ഹലോ, സെർച്ചുവിലെ പ്രഭാതമാണ് കേട്ടോ. സെർച്ചു നല്ല ഭംഗിയുള്ള ഒരു താഴ്വാരാണ്. പക്ഷേ രാത്രി ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടു. ഒട്ടും താമസയോഗ്യമല്ലാത്തൊരു സ്ഥലമായിരുന്നു സെർച്ചു. 14,000 അടി ഉയരത്തിലാണ് സെർച്ചു. അതുകൊണ്ട് തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളെല്ലാവരും ഫേസ് ചെയ്തു. മിക്കവാറും എല്ലാവർക്കും ഛർദിയും അതുപോലെ മൂക്കുന്ന് ചോര വരലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശ്വാസം കിട്ടാതിരിക്കലും ഒക്കെ. പക്ഷേ രമേശേട്ടന് പ്രധാനമായിട്ടും തലവേദന തന്നെയാണ് ഉണ്ടായത്. ചെന്ന് കയറിയത് മുതൽക്ക് രമേശേട്ടന് തലവേദന ഉണ്ടായിരുന്നു. ബ്രീത്തിങ് ഇഷ്യൂ കുറേശ്ശെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ ബ്രീത്തിങ് പ്രശ്നങ്ങൾ. നടക്കുമ്പോഴൊക്കെ നടക്കാനുമ്പോൾ വല്ലാതൊക്കെ തച്ചുണ്ടായിരുന്നു. കുറച്ചൊന്ന് 2 സ്റ്റെപ്പ് അങ്ങോട്ടും വയ്ക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് തച്ചുണ്ടായിരുന്നു. ഒരു രാത്രി 12 മണിയോട് കൂടിയിട്ട് എനിക്കും തലവേദന തുടങ്ങി. അതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ എല്ലാവരും ഫേസ് ചെയ്ത വേറൊരു പ്രശ്നം ഉറക്കമില്ലായ്മ തന്നെയായിരുന്നു. ഒരാൾക്ക് പോലും രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അത് ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് അത്ര. അത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കയറി കഴിഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അവർ. വെള്ളം കുടിക്കുക, അനങ്ങാതെ കിടക്കുക, അതാണ് അവർ പറഞ്ഞിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നതിന്. വേറൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല സെർച്ചുവിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഷ്ടിച്ച് നേരം വെളുപ്പിച്ചു. രാത്രി ടെമ്പറേച്ചർ മൈനസിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര കാറ്റുമായിരുന്നു. അതുകൊണ്ട് ബ്ലാങ്കറ്റിൻ്റെ ഒരു 4-5 ബ്ലാങ്കറ്റിൻ്റെ അടിയിലാണ് ഞങ്ങളൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നത്. ചിസ്പയിൽ നിന്ന് പോന്ന ശേഷം പെട്രോൾ പമ്പുകളൊന്നും അവൈലബിൾ ഉണ്ടായിരുന്നില്ല. ഇനി ഏകദേശം ലേയിലെത്താറാവണം നമുക്ക് പെട്രോൾ കിട്ടാൻ. അതുകൊണ്ട് ഇവർ ക്യാനുകളിൽ അല്ലെങ്കിൽ വലിയ ഡ്രമ്മുകളിൽ ഇതുപോലെ പെട്രോൾ കളക്ട് ചെയ്തിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ വണ്ടികളിലും അവർ ഫില്ല് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ വണ്ടിയിലാണ് കേട്ടോ അവർ പെട്രോൾ ഒഴിക്കണത്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഡോക്ടറുടെ നിർബന്ധം കാരണം ഞങ്ങളെല്ലാവരും കഴിച്ചു എന്ന് കാണിച്ചു. അതാണ് ഉണ്ടായത്. അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള ലേയിലേക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ രാവിലെ നേരം വെളുത്തോടെ പിക്ചറൊക്കെ ആകെ മാറി കേട്ടോ. അവിടുത്തെ കാലാവസ്ഥ വളരെ ഇമ്പ്രൂവായി, അല്ലെങ്കിൽ ബെറ്ററായി. തണുപ്പൊക്കെ നല്ലോണം കുറഞ്ഞു. അതുപോലെ കാറ്റ് നിന്നു. അതോടെ പിന്നെ രാത്രിയിലുണ്ടായ പ്രശ്നങ്ങളൊന്നും രാവിലെ ആയപ്പോൾ ഉണ്ടായിരുന്നില്ല. പറയാൻ വിട്ടുപോയ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ജിസ്പയിൽ നിന്ന് പോന്ന ശേഷം പെട്രോൾ ബങ്കൊന്നും കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ വേറൊരു കാര്യം കൂടിയും കാണാത്തതുണ്ടായിരുന്നു കേട്ടോ. മൊബൈൽ നെറ്റ്വർക്കും അതുപോലെ തന്നെ കറണ്ടും. ജിസ്പയിൽ നിന്ന് പോന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലേയിലെത്തുന്ന വരെ മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ടാവില്ല എന്നുള്ളത് റോയൽ എൻഫീൽഡുകാർ ആദ്യം തന്നെ ഞങ്ങളെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ വീട്ടിലേക്കൊക്കെ ആദ്യം തന്നെ ഇൻഫോം ചെയ്തു, ഞങ്ങൾ 2 ദിവസം നെറ്റ്വർക്ക് ഏരിയയിൽ ഉണ്ടാവില്ല, പേടിക്കണ്ട എന്നുള്ളത്. പിന്നെ സെർച്ചുവിൽ കറണ്ട് ഇല്ലാത്തത് കാരണം ഞങ്ങൾ താമസിച്ച ടെൻറ്റിൽ അവർ ജനറേറ്ററാണ് യൂസ് ചെയ്തിരുന്നത്. അത് തന്നെ അവർ ലിമിറ്റഡായിട്ട് യൂസ് ചെയ്തിരുന്നുള്ളൂ. വൈകുന്നേരം 7 മണി മുതൽക്ക് രാത്രി 10 മണി വരെ മാത്രമേ ഞങ്ങൾക്ക് കറണ്ട് അവൈലബിൾ ആയിരുന്നുള്ളൂ. 10 മണിക്ക് ശേഷം ആകെ അവരുടെ ഡൈനിങ് ഏരിയയിൽ മാത്രമാണ് കറണ്ട് അവൈലബിൾ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് അവർ ഒരു മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൂടി തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതും മൊബൈലുകളൊന്നും ചാർജ് ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലേയിലെത്തണതിൻ്റെ മുന്നേ തന്നെ ഞങ്ങളുടെ മൊബൈലിലെയും അതുപോലെ തന്നെ പവർ ബാങ്കിലെയും ഒക്കെ ചാർജ് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ലൊക്കേഷൻ അറിയണം എന്നുള്ളൊരു കാരണം കൊണ്ട് ഞങ്ങൾ കുറച്ച് ചാർജ് ബാക്കി വെച്ചിട്ടേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സെർച്ചുന്ന് ലേയിലേക്കുള്ള 250 കിലോമീറ്റർ പല ടൈപ്പ് റോഡുകളിൽ കൂടിയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. സെർച്ചുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ വീതി കുറഞ്ഞ റോഡായിരുന്നു. കണ്ടില്ലേ, ഞങ്ങൾ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ് ഒരു ലോറിക്ക് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അത്രയും വീതി കുറവായിരുന്നു ലോറിനുണ്ടായിരുന്നത്. നമ്മൾ പോകുന്ന ഭാഗം കൊക്കയുടെ സൈഡിലേക്കായിരുന്നു. ലോറികളൊന്നും നിർത്തിത്തരുമൊന്നുമില്ല നമ്മൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ഒരു നല്ല കാറ്റടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കൊക്കയിലേക്ക് വീഴുന്നുള്ള സ്ഥിതിയായിരുന്നു. റോഡാണെങ്കിൽ വീതിയില്ല, കുണ്ടും കുഴിയും. പോരാത്തതിന് മുകളിൽ നിന്ന് മണ്ണ് ഉതിർന്ന് വീണിട്ട് അതൊക്കെ വണ്ടികൾ പോയിട്ട് പൊടിഞ്ഞിട്ട് റോഡിൽ മുഴുവൻ പൊടിമണ്ണ് പോലെയായിരുന്നു. അതുകൊണ്ട് അത്രയും സ്ലിപ്പറി ആയിരുന്നു റോഡുണ്ടായിരുന്നത്. സെർച്ചുന്ന് ലേയിലേക്കുള്ള വഴിയിൽ ഒരു 75 കിലോമീറ്റർ ഒട്ടും റോഡില്ലാത്ത ഭാഗത്ത് കൂടെ തന്നെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ലാൻഡ് സ്ലൈഡ് കാരണം കംപ്ലീറ്റ് റോഡ് ഒലിച്ചു പോയിട്ടുള്ള ഭാഗത്ത് കൂടെ ഇപ്പോൾ അവർ ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. സൈഡൊന്നും കെട്ടിയിട്ടില്ല, വീതി വളരെ കുറവ്. അങ്ങനത്തെ ഭാഗത്ത് കൂടിയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഒരു 75 കിലോമീറ്റർ.
ഇന്ന് രാവിലത്തെ ബ്രീഫിങ്ങിൽ തന്നെ ഞങ്ങളുടെ അടുത്ത് ഇവർ റോഡിൻ്റെ കണ്ടീഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു ലോറികളൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തി കൊടുക്കുന്നതാണ് ഏറ്റവും സേഫ്. കാരണം അവർ നമുക്ക് വേണ്ടിയിട്ട് സൈഡൊന്നും തരാൻ പോകുന്നില്ല. വളരെ വീതി കുറഞ്ഞ റോഡായത് കാരണം അവരുടെ സ്പേസിൽ അങ്ങോട്ട് പോകും. തട്ടിക്കഴിഞ്ഞാൽ തട്ടിയത്രയുള്ളൂ അവർക്ക്. കാരണം അവർ 3-4 ദിവസമൊക്കെ ഡ്രൈവ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തതും ബൈക്കേഴ്സിനെയാണ്. അത് കാരണം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും വളരെ കെയർഫുള്ളായിട്ടാണ് ഇവിടെ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വീഴുകയൊക്കെ ചെയ്തു കേട്ടോ. BROൻ്റെ വണ്ടിയാണ് വരുന്നത്. ഒരു വണ്ടിയുടെ പിന്നിൽ പെട്ടാൽ അതിന് ഓവർടേക്ക് ചെയ്യൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും ആയിരുന്നില്ല. ഒരു മല കയറി അതിറങ്ങി, വീണ്ടും വേറൊരു മല കയറി അതിറങ്ങി, അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു. വലിയ ലോറികൾ ഇതുപോലെ ഓപ്പോസിറ്റിന് വരുമ്പോൾ ചെറിയ പേടിയൊക്കെ തോന്നും.
ഒരു മല ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ട കുറച്ച് താവകളുടെ മുന്നിൽ ഞങ്ങളെല്ലാവരും വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്, അതിനേക്കാളൊക്കെ എല്ലാവർക്കും ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നടക്കുക, ഒന്ന് ടോയ്ലറ്റ് പോവുക, അതൊക്കെയായിരുന്നു എല്ലാവരുടെയും ആവശ്യം ഉണ്ടായിരുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ നിർത്തിയത്. ഇത്രയും ദൂരം പോകുന്ന റോഡിലൊക്കെ വളരെ വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് ഒന്ന് സമാധാനമായിട്ട് നിർത്താനുള്ളൊരു സ്പേസും കൂടി ഉണ്ടായിരുന്നില്ല. ചായയൊക്കെ കുടിച്ചു. ഒന്നിനൊന്നും മോശമായിരുന്നു എല്ലാ കടകളിലെയും ചായ. നല്ല പൈസയായിരുന്നു. എന്തായാലും അതൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പിന്നെയും ഉള്ള റോഡ് ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായിട്ടുള്ള റോഡായിരുന്നു മുന്നിലേക്ക് ഉണ്ടായിരുന്നത്. ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾ മെയിനായിട്ട് 3 പാസുകളിൽ കൂടെയാണ് പോണത്. ഇത് ആദ്യത്തെയാണ് നക്കെ ല എന്നുള്ള പാസ്. ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരം, അല്ലാന്നുണ്ടെങ്കിൽ പാസ് എന്നുള്ള അർത്ഥമാണ് ഉള്ളത്. ലഡാക്കി ഭാഷയിൽ അതാണ് അർത്ഥം. അതാണ് ആദ്യത്തെ പാസ് ഉണ്ടായിരുന്നത്, നക്കെ ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ 2 പാസുകൾ കൂടിയും പോകും. നക്കെ ല 15,500 അടി ഹൈറ്റിലാണുള്ളത്. ലഞ്ച് ബ്രേക്കാണ്. എന്താണ് സ്ഥലത്തിൻ്റെ പേരുണ്ടെന്ന്? പംജ അങ്ങനത്തെ സ്ഥലത്ത് ലഞ്ച് ബ്രേക്ക്. ഇനിയുണ്ട് 170 കിലോമീറ്റർ ലേയിലേക്ക്. എപ്പോഴെത്തുന്ന ഞങ്ങളിത് നൂഡിൽസാണ് വാങ്ങിയത്. അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും കാണാനില്ല. എത്രയും വേസ്റ്റ് ചെയ്തു, കഴിക്കാൻ പറ്റണ്ടേ. ഭക്ഷണം കഴിഞ്ഞ് അധികം വൈകാതെ അടുത്ത പാസിലേക്ക് ഞങ്ങളെത്തി. അതാണ് ലാച്ചുങ്ല. 16,500 അടി ഹൈറ്റിലായിരുന്നു ലാച്ചുങ്ല ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് നല്ല റോഡായിരുന്നു. കുറച്ച് ദൂരമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് പുതിയതായിട്ട് ടാർ ചെയ്തിട്ടുള്ള റോഡായിരുന്നു ഇതൊക്കെ. ലാച്ചുങ്ല പാസോടെ ഞങ്ങൾ ഹിമാചലിൽ നിന്ന് ലഡാക്കിലേക്ക് കടന്നു. ലഡാക്കിൻ്റെയും ഹിമാചലിൻ്റെയും ബോർഡറിലാണ് ലാച്ചുങ്ല പാസ്. ലാച്ചുങ്ല പാസ് ലഡാക്ക് റീജിയണിലാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ ക്രോസ് ചെയ്തിട്ടുള്ള പാസ്സായിരുന്നു ടങ്ലാങ് ല. 17,500 അടിയുടെ അടുത്ത് ഹൈറ്റിലാണ് ഉള്ളത്. അത് മുന്നേ സെക്കൻഡ് ഹയസ്റ്റ് പാസ്സായിരുന്നു അത്രേ ഒരു കാലം വരെ. അതിന് 2015 വരെയായിട്ടാണ് സെക്കൻഡ് ഹയസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 12th ഹയസ്റ്റ് പാസ്സാണ് വേൾഡിൽ. നല്ല കാറ്റും തണുപ്പുമായിരുന്നു ഇവിടെ. അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. നല്ല തണുത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനും ഒക്കെ സമയം കണ്ടു. കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ വീണ്ടും ലേയിലേക്കുള്ള യാത്ര തുടർന്നു. ആ യാത്രയുടെ വിവരങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.